നമസ്കാരം. മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത പാപങ്ങളെ മാറ്റുന്ന ത്രിമൂർത്തി ഇടമെന്നും തിരുവണ്ണാമലയിൽ ശിവനെ മലയായി ഇരിക്കുന്നത് പോലെ മലയുടെ മുടിയായി ഇരിക്കുന്ന തിരുസ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും രാഹുകേതു ദോഷപരിഹാര സ്ഥലവുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு മകുടേശ്വരർ மற்றும் വീരനാരായണ പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ഈറോഡ് ജില്ലയിൽ കൊടുമുടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ഭഗവാൻ ശ്രീപരമേശ്വരൻ മകുടേശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി വടിവുടയ നായകി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഇവിടെ ബ്രഹ്മദേവനും വീരനാരായണ പെരുമാൾ എന്ന നാമത്തിൽ മഹാവിഷ്ണുവിനും സന്നിധിയുണ്ട്. പ്രധാനമായും ഇതൊരു ത്രിമൂർത്തി സ്ഥലമായും രാഹുകേതു ദോഷ പരിഹാര സ്ഥലമായും അറിയപ്പെടുന്നു. കാവേരി നദിക്കരയിലുള്ളതും തമിഴ്നാട്ടിലെ തീവ്ര ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 213ാമത്തേതാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ എന്നിവർ ഇവിടത്തെ മൂലവരെ പറ്റി പതികം പാടിയിരിക്കുന്നു. ഭരദ്വാജ മഹർഷിക്ക് ശിവഭഗവാൻ ഒരു ചിത്തിരമാസം പൗർണമിയിൽ മുയലകൻ ഇല്ലാതെ നടന ദർശനം കൊടുത്ത സ്ഥലമാണിത്. മകുടേശ്വരനായ ഭഗവാൻ ശിവന്റെ തിരുക്കല്യാണം ദർശിക്കാൻ മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇവിടെ വന്നതായാണ് പുരാണങ്ങൾ. അഗസ്ത്യ മഹർഷിക്ക് ഭഗവാൻ വിവാഹരൂപത്തിൽ ദർശനം കൊടുത്ത പലയിടങ്ങളിൽ ഇതും ഒന്ന്. അഗസ്ത്യർ മകുടേശ്വരരെ പൂജിച്ചതായി ഐതിഹ്യമുള്ളതിനാൽ ശിവലിംഗ തിരുമേനിയിൽ അഗസ്ത്യരുടെ വിരൽപ്പാടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ അമ്മൻ സന്നിധി ഭഗവാന്റെ വലതുവശത്താണ്. അഗസ്ത്യരുടെ കമണ്ഡലൂരിലെ ജലം കാക്കയുടെ രൂപത്തിൽ വന്ന് വിനായകർ തട്ടിമറിച്ചതിനാൽ കാവേരി ഇവിടെ നിന്നും കിഴക്ക് ദിശയിലോട്ട് ഒഴുകുന്നു എന്നൊരു ഐതിഹ്യവുമുണ്ട്. ബ്രഹ്മദേവൻ ഈ സ്ഥലത്ത് വന്ന് ഭഗവാനെ പൂജിച്ചതിനാൽ ബ്രഹ്മപുരി എന്നും, തിരുമാൽ ഭഗവാനെ പൂജിച്ചതിനാൽ ഹരിഹരപുരം എന്നും, ഗരുഡൻ ഇവിടെയുള്ള ഭഗവാനെ പൂജിച്ച് ദേവലോകത്ത് നിന്ന് അമൃത് കൊണ്ടുവന്നതിനാൽ അമൃതപുരി എന്നും നാമമുണ്ട്. പുകഴ്പെറ്റ പാണ്ഡ്യമന്നൻ മലയധ്വജ പാണ്ഡ്യന്റെ മകന് പിറവിയിലെ വിരലുകൾ ശരിയായി വളരാത്തതിനാൽ രാജാവ് രാജവൈദ്യം പലതും പരീക്ഷിച്ച് പ്രയോജനമില്ലാതെ ഒടുവിൽ ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷമാണ് ശരിയായത്. അതിനാൽ പാണ്ഡ്യമന്നൻ കോവിലിന് 3 ഗോപുരങ്ങളും മണ്ഡപങ്ങളും നിർമ്മിച്ചു. പാണ്ഡ്യമന്നന്മാരാൽ തിരുപ്പണികൾ ചെയ്യപ്പെട്ടതിനാൽ ഇവിടം പാണ്ഡ്യ കൊടുമുടി എന്നറിയപ്പെട്ടു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗയുഗങ്ങൾക്ക് മുമ്പ് ആദിശേഷനും വായുഭഗവാനും ഇടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആദിശേഷൻ മേരുമലയെ ചുറ്റിവരിഞ്ഞു കിടന്ന് വായുഭഗവാനോട് തന്നെ അടർത്തി മാറ്റാൻ വെല്ലുവിളിച്ചു. വെല്ലുവിളി ഏറ്റെടുത്ത വായുഭഗവാൻ ശക്തിയായി കാറ്റുവീശി ഭൂമിയിൽ കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടായതിനാൽ ഭൂമിയിൽ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ആദിശേഷനെ അടർത്തി മാറ്റാനായില്ല. ഇരുവർക്കും തുല്യബലമായതിനാൽ ഈ പോരാട്ടം യുഗങ്ങൾ നീണ്ടുനിന്നു. ഇത് കണ്ട് പ്രപഞ്ചം നശിക്കുമോ എന്ന് ഭയന്ന ദേവന്മാർ ഇരുവരോടും മത്സരം നിർത്താൻ ആവശ്യപ്പെട്ടു. ആദിശേഷൻ ഒന്നയഞ്ഞു. ആ തക്കത്തിന് വായുഭഗവാൻ ശക്തിയായി കാറ്റുവീശി വിലമതിക്കാനാവാത്ത പലതരം രത്നങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന മേരുമലയുടെ പല ശിഖരങ്ങൾ ഭൂമിയിലേക്ക് അടർന്നു വീണു. പവിഴം തിരുവണ്ണാമലയിലും, മർദ്ദകം തിരുഈങ്കോയ് മലയിലും, മാണിക്യം രത്നഗിരിയിലും, നീലരത്നം പൊതികമലയിലും, വൈരം ഇവിടെയും വീണു. താഴെ വീണ ഓരോ രത്നങ്ങളും ശിവലിംഗമായി മാറിയെന്നും കൃതയുഗത്തിൽ ഭഗവാൻ ഇവിടെ വൈരലിംഗമായി വിളങ്ങിയെന്നും ഐതിഹ്യമുണ്ട്. മലശിഖരം തന്നെ ശിവലിംഗമായി മാറിയതിനാൽ കൊടുമുടി എന്നും തെൻകൈലാസം എന്നും ഈ പ്രദേശത്തിന് നാമം വന്നു. ആദിശേഷനാൽ നിർമ്മിക്കപ്പെട്ട കോവിൽ എന്നതിനാൽ ഇവിടെ നാഗർ വഴിപാട് അധികമാണ്. രാഹുകേതു ദോഷങ്ങൾ, ഗ്രഹദോഷങ്ങൾ, സന്താന വിവാഹ തടസ്സങ്ങൾ, ആയുർദോഷങ്ങൾ, കളത്രദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ മാറാൻ ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തി പരിഹാരങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ 60ാം വയസ്സിന്റെ കല്യാണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ക്ഷേത്ര കൗണ്ടറിൽ ആവശ്യം പറഞ്ഞ് ടിക്കറ്റ് എടുത്താൽ നിർദ്ദേശങ്ങൾ ക്ഷേത്ര അധികാരികൾ തന്നെ പറഞ്ഞുതരും. നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടെ ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെ ഭക്തരെ അറിയിക്കുന്നുമുണ്ട്. കാവേരിയാറ്റിന്റെ പടിഞ്ഞാറ് കരയിൽ കിഴക്ക് ദർശനമായി 640 അടി നീളത്തോടെയും 484 അടി വീതിയിലും 3 വാതിലുകളോടെയും മകുടേശ്വരർ വടിവുടയമ്മൻ സന്നിധികൾക്കുള്ള ഗോപുരങ്ങൾ 5 നിലകളോടെയും നടുവിൽ വീരനാരായണ പെരുമാൾക്കുള്ള 3 നിലകളോടെയുള്ള ഗോപുരത്തോടെ കൊടുമുടി ക്ഷേത്രം നിലകൊള്ളുന്നു. ഈ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാരും നാട്ടുകോട്ട നഗരത്താറുകളും തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മകുടേശ്വരർ, വടിവുടയമ്മൻ, ബ്രഹ്മാവ്, വീരനാരായണ പെരുമാൾ, മഹാലക്ഷ്മി, വീരാഞ്ജനേയർ, ശനീശ്വരൻ എന്നിങ്ങനെ സന്നിധികളെ 7 ആക്കി പിരിച്ച് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗോപുരവാതിലിലൂടെ പ്രവേശിച്ചാൽ മകുടേശ്വരർ സന്നിധി. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഈ സന്നിധിയിൽ കൊടിമരം, ബലിപീഠം, നന്ദിയോടെ, മകുടേശ്വരർ, കൊടുമുടിനാഥർ എന്നീ നാമങ്ങളോടെ ശിവഭഗവാൻ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി ചതുരപീഠത്തിൽ ശിഖരവടിവിൽ ദർശനം തരുന്നു. അഗസ്ത്യ മഹർഷി പൂജിച്ച ശിവലിംഗമാണിത്. സന്നിധിക്ക് പുറത്തെ പ്രകാരത്തിൽ 63 നായന്മാർ, സേക്കിടാർ, അരുണഗിരിനാഥർ, കാക്കയായി രൂപമെടുത്ത് അഗസ്ത്യരുടെ കമണ്ഡലൂരിലെ ജലം തട്ടിമറിച്ച കാവേരി കണ്ട വിനായകർ, അഗസ്തീശ്വരർ, വള്ളിദേവയാനി സമേത മുരുകൻ, സൂര്യൻ, ചന്ദ്രൻ, നടരാജർ, ശിവകാമിയമ്മൻ, നാൽവർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളും പള്ളിയറയുമുണ്ട്. ദേവീ സന്നിധിയിൽ അമ്പാൾ 4 കരങ്ങളോടെ വടിവുടയ നായകി എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു.
അമ്പാൾ സന്നിധിയുടെ ഉൾപ്രകാരത്തിൽ വല്ലഭഗണപതി, ചോഴീശ്വരർ, വിശ്വേശ്വരർ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, സരസ്വതി, സപ്തമാതാക്കൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. സന്നിധിക്ക് എതിരിൽ ദേവതീർത്ഥം. ഇത് ദേവന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട് ഗരുഡനാൽ ഭൂമിക്ക് കൊണ്ടുവരപ്പെട്ടത്. ഇതിൽ നീരാടിയപ്പോൾ ആഞ്ജനേയരുടെ താടിയിലെ മുറിവ് ശരിയായി. ആലകാല വിഷത്തിന്റെ ഉഗ്രതയിൽ കറുത്തുപോയ ദേവന്മാരുടെ ശരീരം പഴയപടിയായി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിനകത്തു തന്നെയാണ് ഭരദ്വാജ തീർത്ഥവും. ക്ഷേത്രത്തിൽ 3000 വർഷത്തോളം പഴക്കമുള്ള വന്യമരമുണ്ട്. അത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയിക്കൊണ്ടിരുന്ന ആ മരത്തെ ചികിത്സകൾ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. ആ മരത്തിൽ പുതിയ ചില്ലകൾ പിന്നീട് വന്നിട്ടില്ല. ഈ വന്യമരത്തിന്റെ ഇല വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളം എത്ര നാളായാലും കേടാകില്ല എന്നാണ് പറയുന്നത്. ഈ മരത്തിൽ പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടം സന്ദർശിച്ചപ്പോൾ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചതായും ഐതിഹ്യമുണ്ട്. ബ്രഹ്മാവിന് തനി സന്നിധിയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടുമുടി. ശിവഭഗവാന്റെ മുടി കണ്ടു എന്ന് കള്ളം പറഞ്ഞ കുറ്റത്തിന് ശിവഭഗവാനാൽ ശപിക്കപ്പെട്ട ബ്രഹ്മദേവൻ ഇവിടെ ഒരു തീർത്ഥം സൃഷ്ടിച്ച് ശിവഭഗവാനെ പൂജിച്ച് ശാപവിമോചനം ലഭിച്ചു. ബ്രഹ്മദേവൻ ഈ വന്യമരത്തിന് കീഴിൽ 3 മുഖത്തോടെ കയ്യിൽ അക്ഷരമാലയോടെയും കമണ്ഡലുവോടെയും ഭഗവാനെ പൂജിക്കുന്നതായാണ് ഐതിഹ്യം. ബ്രഹ്മദേവന്റെ 4ാമത്തെ മുഖം ഈ വന്യമരമാണെന്നാണ് പറയുന്നത്. മടപ്പള്ളിക്കരികിൽ ബ്രഹ്മതീർത്ഥം. ഈ തീർത്ഥത്തിൽ നീരാടിയാൽ ജ്ഞാനം ലഭിക്കും. എല്ലാ തിങ്കളാഴ്ചയും ബ്രഹ്മദേവന് അഭിഷേകങ്ങൾ നടക്കുന്നു. ബലിപീഠത്തോടെയും കൊടിമരത്തോടെയുമുള്ള വിഷ്ണുസന്നിധിയിലേക്ക് എത്താൻ മധ്യഗോപുരം വഴി പോകണം. ദ്വാരപാലകരായി ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ഭഗവാൻ മഹാവിഷ്ണു വീരനാരായണ പെരുമാൾ എന്ന നാമത്തിൽ ആദിശേഷന്റെ മേൽ തലവെച്ച് ശ്രീരംഗത്തെ പെരുമാളെ പോലെ ശയിക്കുകയാണ്. അരികിൽ ഭൂദേവി, ശ്രീദേവി, നാരദ മഹർഷി, വിഭീഷണൻ, ഗരുഡാഴ്വാർ, ബ്രഹ്മദേവൻ. ഭഗവാന്റെ പാദം ദർശിച്ചാൽ പാപവിമോചനവും മുഖം ദർശിച്ചാൽ മോക്ഷവും എന്നാണ് ഐതിഹ്യം. ബ്രഹ്മദേവന്റെ 5ാമത്തെ ശിരസ് പറിച്ചെടുത്ത് സൃഷ്ടികർമ്മങ്ങളിൽ നിന്നും ശിവഭഗവാൻ ബ്രഹ്മാവിനെ വിലക്കിയപ്പോൾ സൃഷ്ടിക്കായി ബ്രഹ്മദേവൻ വീണ്ടും വേണമെന്ന ആവശ്യത്തോടെ മഹാവിഷ്ണു ഇവിടെ ശിവഭഗവാനെ പൂജിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കരുവറയ്ക്ക് മുന്നിലെ ഒരു തൂണിൽ മേൽഭാഗത്ത് കാക്ക കാവേരി ജലം തട്ടിമറിക്കുന്ന ശില്പമുണ്ട്. പെരുമാൾ സന്നിധി ഉൾപ്രകാരത്തിലെ ഒരു തൂണിൽ വ്യാഘ്രപാദ വിനായകരുടെ അപൂർവ ശില്പവും കാണാം. ഉൾപ്രകാരത്തിൽ 12 ആഴ്വാറുകൾ, രാമാനുജർ, പരമപദനാഥർ, വെങ്കിടാചലപതി, ഗരുഡൻ എന്നിങ്ങനെ വിഷ്ണുക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ പ്രതിഷ്ഠകളും ഇവിടെയുമുണ്ട്. അടുത്തതായി തനി സന്നിധിയിൽ ദേവി മഹാലക്ഷ്മി പുഞ്ചിരിച്ച മുഖത്തോടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. തൊട്ടടുത്ത് വീര ആഞ്ജനേയർ സന്നിധി. ആഞ്ജനേയർ ഇവിടെ ഘോരപ്പല്ലോടെ പെരുമാളുടെ മണ്ഡപത്തെ നോക്കി നിൽക്കുന്നു. വേറൊന്ന് ശനീശ്വരർ സന്നിധി. സന്നിധിക്ക് മുന്നിൽ നിന്ന് എള്ളുകിഴികൾ വാങ്ങിച്ച് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിൽ സമർപ്പിച്ചാൽ ശനിദോഷങ്ങൾ മാറും എന്നാണ് വിശ്വാസം. കാലഭൈരവർ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളും സ്വർഗവാതിലും 1800ഓളം വർഷം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലുണ്ട്. അതത് ദേവതകൾക്ക് പ്രിയമുള്ള പൂക്കൾ വളർത്താൻ പ്രധാന ദേവതകൾക്കെല്ലാം നന്ദവനവും, ക്ഷേത്രത്തിൽ ഗോശാലയും ആനക്കൊട്ടിലും, ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ക്ഷേത്രമുറ്റത്ത് ധാരാളം സ്ഥലങ്ങളും, ക്ഷേത്രത്തിൻ്റെതായി ഭക്തർക്ക് താമസിക്കാൻ മുറികളും, ദിനവും 100 പേർക്ക് അന്നദാനവും ക്ഷേത്രത്തിന്റെ വകയായുണ്ട്. ക്ഷേത്ര മുൻവശത്ത് കൂടെയാണ് കാവേരി നദി ഒഴുകുന്നത്. ഇതിന്റെ കരയിലൊരിടത്ത് ഭക്തർ രാഹുകേതു ദോഷങ്ങൾ മാറാൻ വിനായക പ്രതിഷ്ഠയുള്ള അരസവേപ്പ മരത്തിനടിയിൽ നാഗർശിലകൾ സമർപ്പിച്ച് പൂജകൾ ചെയ്യുന്നു. കാവേരിയിൽ നിന്ന് 9 കുടം വെള്ളമെടുത്ത് വിനായകർക്കും നാഗർശിലകൾക്കും ഒഴിക്കുന്നതോടെയാണ് പൂജ സമാപിക്കുന്നത്. അമാവാസികളിലും വിശേഷ ദിവസങ്ങളിലും പിതൃതർപ്പണത്തിന് ഇവിടെ വലിയ തിരക്കാണ്. ഭക്തർക്ക് സൗകര്യമായി കുളിക്കാനും വസ്ത്രം മാറാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ പ്രദേശത്തിന് ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിലെ കുംഭാഭിഷേകത്തിനും പഴനിയിലേക്ക് പാദയാത്ര പോകുന്ന ഭക്തരും ഇവിടെ കാവേരിയിൽ നിന്നും ജലമെടുത്ത് വന്യമര ഇലകൾ അതിലിട്ട് താളമേളങ്ങളോടെ യാത്ര ആരംഭിക്കുന്നു. ചിത്ര ബ്രഹ്മോത്സവത്തിന്റെ അവസാന നാൾ വിനായകർ, വീരനാരായണ പെരുമാൾ, മകുടേശ്വര സ്വാമിമാർ പ്രത്യേകം പല്ലക്കിൽ കാവേരിയിൽ തീർത്ഥനീരാട്ടിനെത്തി കാവേരി മാതാവിന് പ്രത്യേകം താലി, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, പൂജാസാധനങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങ് നടത്തുന്നു. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം ദേവതീർത്ഥം, ബ്രഹ്മതീർത്ഥം, ഭരദ്വാജ തീർത്ഥം, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. അമാവാസികൾ, പ്രദോഷം, കൃഷ്ണജയന്തി, വിനായക ചതുർത്ഥി, കന്ദഷഷ്ഠി, ശൂരസംഹാരം, സോമവാര ശംഖാഭിഷേക പൂജ, വൈകുണ്ഠ ഏകാദശി, ശിവരാത്രി, പങ്കുനി ഉത്രം, തൃക്കാർത്തിക, പൊങ്കൽ, ദീപാവലി, ബ്രഹ്മോത്സവം 11 നാൾ എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കരൂരിൽ നിന്ന് 26 കിലോമീറ്റർ, ഈറോഡിൽ നിന്ന് 40 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊടുമുടി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.